തിരുവിളയാടൽ പുരാണം രചിച്ചത് മഹാശിവയോഗിയായ പരഞ്ജ്യോതി മുനിവരാണ്. പരഞ്ജ്യോതി മുനിവരെക്കുറിച്ചിട്ട് നമുക്ക് തിരുത്തൊണ്ടത്തുക എന്ന കൃതിയിൽ കുറേ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് എഴുതിയത് സുന്ദരമൂർത്തി സ്വാമികളാണ്. പിന്നീട് ചേക്കിഴാർ എഴുതിയ പെരിയ പുരാണത്തിലാണ് പരഞ്ജ്യോതിയെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. 64 ശിവയോഗികളിൽ പ്രധാനിയായ ഒരാളാണ് തിരുത്തൊണ്ട നായനാർ എന്ന പരഞ്ജ്യോതി. ജനങ്ങളാണ് തിരുത്തൊണ്ടൻ എന്ന് പരഞ്ജ്യോതിയെ വിളിച്ചിരുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഇദ്ദേഹം ശ്രേഷ്ഠനായ ഒരു ശിവഭക്തനായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ തിരുത്തൊണ്ടൻ എന്ന് വിളിച്ചത്. ഈ പെരിയ പുരാണത്തിലെ തിരുത്തൊണ്ടൻ്റെ, അതായത് പരഞ്ജ്യോതിയുടെ ജീവിത കഥ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് തമിഴകത്തുള്ള തിരുവാരൂരിന് സമീപം തിരുച്ചെങ്കാട്ടുകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ തിരുച്ചെങ്കാട്ടുകുടിയിലാണ് പരഞ്ജ്യോതി ജനിച്ചത്. തിരുച്ചെങ്കാട്ടുകുടിക്കൊരു പ്രത്യേകതയുണ്ട്. വളരെയേറെ ശൈവവിശ്വാസികൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് തിരുച്ചെങ്കാട്ടുകുടി. അവിടെ എപ്പോഴും എല്ലാവരുടെ ചുണ്ടിൽ നിന്നും നമഃശിവായ എന്ന മന്ത്രം പുറപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കൗമാരപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ സാഹിത്യവും അതേപോലെ ശൈവ സിദ്ധാന്തങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് പരഞ്ജ്യോതി കാഞ്ചീപുരത്തേക്ക് പോയി. കാഞ്ചീപുരം അന്ന് വളരെ വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. അക്കാലത്ത് കാഞ്ചീപുരം കലകളുടെയും അതേപോലെ തന്നെയുള്ള മറ്റെല്ലാ വിദ്യാകേന്ദ്രങ്ങളുടെയും കേന്ദ്രമായിരുന്നു. അവിടെ വസിക്കവേ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞ പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ പരഞ്ജ്യോതിയെ തൻ്റെ മന്ത്രിസഭയിലെ പ്രധാനിയാക്കി. താമസിയാതെ മഹേന്ദ്രവർമ്മൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ അധികാരമേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് നരസിംഹവർമ്മൻ ഒന്നാമൻ എന്നായിരുന്നു. ഈ നരസിംഹവർമ്മൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു പരഞ്ജ്യോതി. പരഞ്ജ്യോതി പലപ്പോഴും വിദേശ രാജ്യങ്ങളുമായി പോലും യുദ്ധം ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് ശൂന്യമായി കിടന്നിരുന്ന രാജാവിൻ്റെ ഭണ്ഡാരം നിറച്ചു. ഒരിക്കൽ രാജാജ്ഞയനുസരിച്ച് അദ്ദേഹം ഉത്തരദിക്കിൽ ചെന്ന് പ്രബലന്മാരായ ചാലൂക്യന്മാരുടെ തലസ്ഥാന നഗരിയായ വാതാപി എന്ന ആ തലസ്ഥാനത്തെ ആക്രമിച്ച് കീഴടക്കി. ഈ യുദ്ധത്തിൽ ശക്തിമാനായ ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമൻ കൊല്ലപ്പെട്ടു. പരഞ്ജ്യോതിയുടെ പ്രഭാവം കണ്ട് പല്ലവ രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവിനോട് മറ്റ് മന്ത്രിമാർ ഇങ്ങനെ ഉണർത്തിച്ചു: പരഞ്ജ്യോതി ഒരു വലിയ ശിവഭക്തനാണ്. ഭഗവാന്റെ പ്രസാദം നന്നായി കിട്ടിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വിദേശങ്ങളിൽ പോയി അവിടുത്തെ പ്രബലരായ രാജാക്കന്മാരെയെല്ലാം തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ഇത് കേട്ട് രാജാവ് വളരെയേറെ സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിവഭക്തി, ഉയർന്നു നിൽക്കുന്ന ശിവഭക്തി കണ്ടിട്ട് ഈ മഹായോഗിയെയാണല്ലോ താൻ പ്രധാനമന്ത്രിയായിട്ട് അവരോധിച്ചത് എന്ന് സന്തോഷിക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് പരഞ്ജ്യോതിയെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹത്തിന് നിതാന്തമായ ധ്യാനത്തിനും തപസ്സിനും വേണ്ടി അവിടുത്തെ ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവയെല്ലാം പരിപാലിക്കുന്ന ജോലി കൊടുക്കുകയും അനേകം ധനം ഈ പ്രധാനമന്ത്രിയായിരുന്ന
പരഞ്ജ്യോതിക്ക് നൽകുകയും ചെയ്തു. പരഞ്ജ്യോതി അങ്ങനെ സ്വന്തം നാട്ടിൽ വന്ന് അവിടെ ശിവക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിച്ച് മറ്റുള്ളവർക്ക് അന്നദാനം കൊടുക്കുക, തൻ്റെ സമ്പത്ത് മുഴുവനും അന്യർക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹവും ഭാര്യയും നിലനിർത്തി പോന്നു. ഒരു മകനും അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീപതി. ആ സമയത്ത് പരഞ്ജ്യോതിയുടെ ശിവഭക്തി പരീക്ഷിക്കുന്നതിനും മറ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടി ശിവഭഗവാൻ ഭൈരവൻ്റെ രൂപം ധരിച്ച് ഈ ചെങ്കാട്ടുകുടി ഭൈരവക്ഷേത്രത്തിൽ വന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ ഭൈരവ സന്യാസി പരഞ്ജ്യോതിയുടെ വീട്ടിൽ ഭക്ഷണത്തിനായി ചെന്നു. ആ സമയം പരഞ്ജ്യോതി ഉണ്ടായിരുന്നില്ല. പരഞ്ജ്യോതിയുടെ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ പുരുഷന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങി ഭൈരവക്ഷേത്രത്തിലേക്ക് തന്നെ പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭൈരവക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉണ്ടാകും, ഭർത്താവ് വരുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ വലിയൊരു നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പശുമാംസം കഴിക്കണം. പശു എന്നുള്ളത് നരമാംസമാണ്. പശുവിന് നരൻ എന്നൊരർത്ഥമുണ്ട്. അത് സ്വന്തം കുട്ടിയെ തന്നെ ബലി കൊടുക്കണം എന്ന് ഈ ശൈവസന്യാസി ആവശ്യപ്പെട്ടു. ശൈവസന്യാസിമാരോടുള്ള അഗൈതവുമായ ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുത്തു. അങ്ങനെ സ്വന്തം മകനെ ഭൈരവസന്യാസിക്ക് വേണ്ടി ബലി കൊടുത്ത മഹാനാണ് ഈ പരഞ്ജ്യോതി മഹാൻ. ഇതിൽ പ്രീതനായി ശിവഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ശിവഭഗവാൻ മരിച്ചുപോയ മകനെ വീണ്ടും പുനർജനിപ്പിക്കുകയും പരഞ്ജ്യോതിയെയും അതേപോലെ ഭാര്യയെയും ശ്രീപതി എന്ന മകനെയും കൂട്ടി നേരെ കൈലാസത്തേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പെരിയ പുരാണത്തിൽ പരഞ്ജ്യോതിയെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ പരഞ്ജ്യോതി എഴുതിയ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് തിരുവിളയാടൽ. കാരണം തിരുവിളയാടലിൽ ശിവൻ്റെ ശക്തിവിശേഷങ്ങൾ, അതായത് ശൈവഭക്തിയുടെയും ശൈവ സിദ്ധാന്തത്തിൻ്റെയും ഒരു വലിയ ഇതിഹാസമാണ് തിരുവിളയാടൽ പുരാണം. അപ്പോൾ ഭക്തി കൊണ്ട് ജ്ഞാനത്തിലേക്ക് എത്തുന്നത്, ആ ശൈവ സിദ്ധാന്തത്തിലൂടെ ശിവലോകത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ദിവ്യമായ മനുഷ്യാത്മാവിൻ്റെ പ്രയാണ കഥകളെ ഈ 64 തിരുവിളയാടലുകളിലൂടെ പരഞ്ജ്യോതി വ്യക്തമാക്കുകയാണ് ചെയ്തത്. തിരുവിളയാടൽ പുരാണം പിന്നീട് തമിഴകത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ഭാരതം മുഴുവനും വ്യക്തമായി ആരാധിക്കപ്പെടുകയും ചെയ്യുക ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം തമിഴിൽ തിരുവിളയാടൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ അന്ന് ഭാരതം മുഴുവനും വളരെയേറെ പ്രചരിക്കുകയും അങ്ങനെ ശൈവഭക്തിയെ വളർത്തിക്കൊണ്ടുവരികയും എല്ലാം ചെയ്തു. അപ്പോൾ ഈ തിരുവിളയാടൽ പുരാണത്തിന് അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭാരതത്തെ മുഴുവനും ശൈവത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം ഉണ്ടാക്കത്തക്ക വിധത്തിൽ തിരുവിളയാടൽ പുരാണം പ്രചരിച്ചിരുന്നു. അത് ജനങ്ങൾ നെഞ്ചേറ്റി ലാളിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള തിരുവിളയാടൽ പുരാണത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. അടുത്ത ദിവസം മുതൽ തിരുവിളയാടൽ പുരാണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ തിരുവിളയാടൽ പുരാണം തമിഴിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യേണ്ടായി. സംസ്കൃത ഭാഷയിലേക്ക് കാവ്യരൂപത്തിൽ തർജ്ജമ ചെയ്യേണ്ടായി. അതിൻ്റെ പേരാണ് ഹാലാസ്യമാഹാത്മ്യം. ഹാലാസ്യനാഥൻ സുന്ദരേശൻ തന്നെയാണ്. ആ ഹാലാസ്യമഹാത്മ്യം എന്ന ആ സംസ്കൃത ഗ്രന്ഥത്തിലെ കാവ്യങ്ങളെല്ലാം തന്നെ പിന്നീട് മലയാളത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ തർജ്ജമ ചെയ്യണ്ടായി.
ചാത്തുക്കുട്ടി മന്നാടിയുടെ തർജ്ജമ വളരെ മനോഹരമാണ്. കിളിപ്പാട്ട രീതിയിലാണ് ഇദ്ദേഹം തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തമിഴിലെ തിരുവിളയാടൽ പുരാണത്തോടൊപ്പം തന്നെ ഹാലാസ്യ മഹാത്മ്യവും അടുത്തടുത്ത് പഠിക്കാം. കാരണം ഹാലാസ്യ മഹാത്മ്യം എന്ന് പറയുന്നത് തിരുവിളയാടൽ പുരാണത്തിൻ്റെ തർജ്ജമയാണ്. അതിൽ കുറച്ചൊക്കെ ഗ്രന്ഥകർത്താവ് കൂട്ടിച്ചേർത്തുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് തിരുവിളയാടൽ പുരാണവും ഹാലാസ്യ മഹാത്മ്യവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് കൃതികളും വച്ചിട്ട് നമുക്ക് ഇനി തിരുവിളയാടൽ പുരാണത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഓം ശിവായ നമഃ.